കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി. പ്രവർത്തക സമിതി അംഗം എ കെ ആന്റണി രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. ദക്ഷിണേന്ത്യയിലെ ജനങ്ങളുടെ ആവശ്യം മാനിച്ചുകൊണ്ടാണ് മത്സരിക്കാനുള്ള തീരുമാനമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. Rahulji must accept their demand. Finally, he has given his consent, and that now I am very happy to inform you that Rahul Gandhi will contest from Wayanad parliamentary constituency from Kerala. Rahulji must. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും. പ്രവർത്തക സമിതി അംഗം എ കെ ആന്റണിയാണ് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. ദക്ഷിണേന്ത്യയിലെ ജനങ്ങളുടെ ആവശ്യം മാനിച്ചുകൊണ്ടാണ് മത്സരിക്കാനുള്ള തീരുമാനമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. കർണാടകയോടും തമിഴ്നാടിനോടും അടുത്ത് കിടക്കുന്ന മണ്ഡലമായതിനാലാണ് വയനാട് തെരഞ്ഞെടുത്തതെന്നും കോൺഗ്രസ് വൃത്തങ്ങൾ വ്യക്തമാക്കി. അതേസമയം അമേഠിയിൽ തോൽവി ഭയന്നാണ് രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്നതെന്ന് BJP പരിഹസിച്ചു. വിവരങ്ങളുമായി ശരത് ചേരുകയാണ്. ശരത്, ഒടുവിൽ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം എ കെ ആന്റണി പ്രഖ്യാപിച്ചിരിക്കുന്നു. വിശദാംശങ്ങൾ എന്താണ്? 9 ദിവസം നീണ്ട അനിശ്ചിതത്വങ്ങൾക്ക് വിരാമം കുറിച്ചുകൊണ്ടാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപനമുണ്ടായിരിക്കുന്നത്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും പ്രവർത്തക സമിതി അംഗവുമായ എ കെ ആന്റണിയാണ് ഇന്ന് രാവിലെ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്നുള്ള കാര്യം പ്രഖ്യാപിച്ചത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരായ അഹമ്മദ് പട്ടേൽ ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ മുകുൾ വാസ്നിക്, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെല്ലാം ഈ വാർത്താ സമ്മേളനത്തിലുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള വാർത്താ സമ്മേളനമാണ് ഈ വിളിച്ചു ചേർത്തത് എന്ന് രൺദീപ് സിംഗ് സുർജേവാലയുടെ വാർത്താ സമ്മേളനം മാറ്റിക്കൊണ്ട് എ കെ ആന്റണിയുടെ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തപ്പോൾ തന്നെ വ്യക്തമായിരുന്നു. കർണാടക, അതുപോലെ തമിഴ്നാട്, കേരളം എന്നീ 3 സംസ്ഥാനങ്ങൾ രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് മത്സരിക്കാൻ വയനാട് തെരഞ്ഞെടുത്തത് എന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. കർണാടകയോടും അതുപോലെ തന്നെ തമിഴ്നാടോടും അടുത്ത് കിടക്കുന്ന മണ്ഡലം എന്നുള്ള നിലയിലാണ് വയനാട് മണ്ഡലം മത്സരിക്കാനായി തെരഞ്ഞെടുത്തത് എന്നും കോൺഗ്രസ് വിശദീകരിക്കുന്നു. BJP ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഭാഷയും സംസ്കാരവും ഒക്കെ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിലാണ്. അതിനെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായാണ് രാഹുൽ ഗാന്ധിയെ ഇത്തരത്തിൽ ദക്ഷിണേന്ത്യയിൽ മത്സരിപ്പിക്കുന്നത് എന്നാണ് കോൺഗ്രസ് നൽകുന്ന വിശദീകരണം. എന്നാൽ അതേസമയം തന്നെ BJPക്കെതിരായ പോരാട്ടമാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് എന്നുള്ള ഒരു സന്ദേശം അത് ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിലൂടെ പൊളിഞ്ഞിരിക്കുകയാണ് എന്നുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ വ്യാപകമായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ BJP ആകട്ടെ ഈ ഒരു തീരുമാനത്തിലൂടെ ഗാന്ധി തോറ്റു പിന്മാറുകയാണ് എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. BJP അധ്യക്ഷൻ അമിത്ഷായും ഇത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അമേഠിയിൽ തോൽവി എന്നുകൊണ്ട് രാഹുൽ കേരളത്തിലേക്ക് വണ്ടി കയറി എന്നുള്ളതാണ് BJP ഇപ്പോൾ ഉയർത്തുന്ന പരിഹാസം. ഏതായാലും ഇന്ന് കർണാടകയിലെ വിവിധ പരിപാടികളിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നുണ്ട്. ഈ പരിപാടികളിൽ ഏതായാലും തന്റെ സ്ഥാനാർത്ഥിത്വം ഏത് സാഹചര്യത്തിലാണ് എന്നതിനെ സംബന്ധിച്ചുള്ള വിശദീകരണവും രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. 3-ാം തീയതി കോൺഗ്രസിന്റെ പ്രകടന പത്രിക പുറത്തിറക്കിയതിനു ശേഷം പ്രത്യേക വിമാനത്തിലായിരിക്കും രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി എത്തുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ശരത്തൊപ്പം ഫാസിസ്റ്റ് ശക്തികളെ എതിർത്ത് തോൽപ്പിക്കാനാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു തീരുമാനം കൂടിയല്ലേ ഒരുപക്ഷെ രാഹുലിന്റെ വയനാട് സ്ഥാനാർത്ഥിത്വം? തീർച്ചയായും BJPയെ നേരിടുന്ന കാര്യത്തിൽ കോൺഗ്രസ് പൂർണ്ണമായും പരാജയപ്പെടുന്നു, അല്ലെങ്കിൽ അതിനുള്ള ശേഷി കോൺഗ്രസിന് ഇല്ല എന്നുള്ള സന്ദേശം കൂടിയാണ് ഇപ്പോൾ ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഇപ്പോൾ കോൺഗ്രസ് നൽകുന്നത്. BJPക്ക് ഒട്ടും സ്വാധീനമില്ലാത്ത ഒരു സംസ്ഥാനത്ത് വന്ന് മത്സരിച്ചുകൊണ്ട് ഏത് രീതിയിലാണ് BJP ഉയർത്തുന്ന വർഗീയ അജണ്ടകളെ, ഫാസിസ്റ്റ് നടപടികളെ കോൺഗ്രസ് പ്രതിരോധിക്കുക എന്നുള്ളത് പറയാൻ സ്വാഭാവികമായും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ബാധ്യസ്ഥനാവുകയാണ്. ഏതായാലും BJPയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ ഉത്തരേന്ത്യയിൽ വലിയ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം. കാരണം കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ അമേഠിയിൽ നിന്ന് തോറ്റോടുന്നതിന്റെ ഭാഗമായാണ് മത്സരിക്കാൻ വയനാട് തെരഞ്ഞെടുത്തത് എന്നുള്ള പ്രചരണം ഏതായാലും BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മത്സരിച്ചത് ഏതായാലും വർഗീയ ധ്രുവീകരണത്തിന് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രചരണവും ഏതായാലും BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. കോൺഗ്രസ് BJPയെ എതിരിടാൻ വേണ്ടി ശക്തിയുള്ള ഒരു പാർട്ടിയായി ഇപ്പോഴും
കരുതുന്നില്ല എന്ന് സ്വയം തെളിയിക്കുക കൂടിയാണ് ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ ചെയ്തിരിക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും. പ്രവർത്തക സമിതി അംഗം AK ആന്റണി രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. ദക്ഷിണേന്ത്യയിലെ ജനങ്ങളുടെ ആവശ്യം മാനിച്ചുകൊണ്ടാണ് മത്സരിക്കാനുള്ള തീരുമാനമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. കർണാടകയോടും തമിഴ്നാടോടും അടുത്ത് കിടക്കുന്ന മണ്ഡലമായതിനാലാണ് വയനാട് തെരഞ്ഞെടുത്തത്. അതേസമയം അമേഠിയിൽ തോൽവി ഭയന്നാണ് രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്നതെന്ന് BJP പരിഹസിച്ചു. രാഹുൽ ഗാന്ധി BJPയോടാണ് മത്സരിക്കുന്നതെങ്കിൽ എന്തിനാണ് വയനാട്ടിൽ മത്സരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാഹുൽ ഗാന്ധിയുടെ വരവിനെ പ്രത്യക്ഷമായി പ്രത്യേകമായി കാണുന്നില്ലെന്നും ഇടതുപക്ഷത്തെ നേരിടുന്ന 20 സ്ഥാനാർത്ഥികളിൽ ഒരാൾ മാത്രമായി രാഹുലിനെ കാണുന്നുള്ളൂവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആര് വന്നാലും നേരിടാനുള്ള കരുത്ത് LDFനുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട്ടിലേക്കുള്ള രാഹുൽ ഗാന്ധിയുടെ വരവിനെ പ്രത്യേകമായി LDF കാണുന്നില്ല. 20 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളിൽ ഒരാൾ മാത്രമായിട്ടേ രാഹുൽ ഗാന്ധിയെയും കാണുന്നുള്ളൂ. വയനാട്ടിലേക്ക് രാഹുൽ വരുന്നതിലൂടെ പോരാട്ടം LDFുമായിട്ടാണ്. BJPയുമായിട്ടാണ് പോരാട്ടം ലക്ഷ്യമിട്ടതെങ്കിൽ കേരളത്തിലേക്ക് എത്തുമായിരുന്നില്ലല്ലോ എന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പായി ഇവിടെ 20 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളുണ്ട്, UDFന് സ്ഥാനാർത്ഥികളുണ്ട്. അതിലൊരാളായി രാഹുൽ ഗാന്ധിയും വയനാട്ടിൽ മത്സരിക്കുന്നു. അതിന് പ്രത്യേകമായ മാനങ്ങൾ എന്തെങ്കിലും കാണേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല. BJPക്കെതിരെയുള്ള പോരാട്ടമാണ് രാഹുൽ നടത്തുന്നതെങ്കിൽ അതിൽ BJPയുമായിട്ടാണല്ലോ മത്സരിക്കേണ്ടത്. ഇവിടെ മത്സരം BJPയുമായല്ലോ. വയനാട്ടിലെ മത്സരം അവിടെയും BJPയുടെ മുന്നണിയിലെ സ്ഥാനാർത്ഥി ഉണ്ടായിരിക്കാം. പക്ഷേ അത് BJPയുമായുള്ള മത്സരമാണെന്ന് ആരും പറയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെയുള്ള മത്സരമാണത്. ഫലത്തിൽ ഇടതുപക്ഷത്തിനെതിരെയുള്ള മത്സരമാണ്. LDFനെ പരാജയപ്പെടുത്താനാകുമോ എന്ന ശ്രമമാണ് UDF നടത്തുന്നത്. ആര് വന്നാലും അതിനെ നേരിടാനുള്ള കരുത്ത് LDFനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുലിന് ചുറ്റും മത്സരിക്കുന്നവർ ആരെല്ലാമാണ് എന്ന് ജനങ്ങൾക്കറിയാം. BJPക്ക് UPയിൽ വിജയിക്കാൻ കഴിയുകയില്ല. അമേഠിയിലും BJP വിജയിക്കുമെന്ന് കരുതുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. താൻ അമേഠിയിലെ MP തന്നെയായിരിക്കുമെന്നാണ് രാഹുൽ പറയുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. BJP അധികാരത്തിൽ വന്നാൽ ജനാധിപത്യം തകരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് LDF സ്വീകരിക്കുന്നത്. ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എന്തെന്ന് ജനങ്ങൾക്ക് വ്യക്തമായി അറിയാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. രാഹുലിനെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ എന്ത് സന്ദേശമാണ് കോൺഗ്രസ് നൽകുന്നതെന്ന് സീതാറാം യെച്ചൂരി. തെരഞ്ഞെടുപ്പിൽ തങ്ങൾ നേരിടുന്നത് BJPയാണെന്നും അവർ നേരിടുന്നത് ആരെയാണെന്ന് അവർ തീരുമാനിക്കട്ടെയെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു. Our priority in these elections is to defeat this Modi-led BJP NDA government and to ensure as alternative secular government with the increased strength of the left. This is our objective. But they be very clear. We are here to defeat Modi. You decide whom you are here to defeat. രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ LDF പരാജയപ്പെടുത്തുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. അമേഠിയിൽ പരാജയപ്പെടുത്തുമെന്ന് ഉറപ്പായതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരുന്നത്. അമേഠി പോലും കിട്ടുമെന്ന് ഉറപ്പില്ല. സ്വന്തം സീറ്റ് നിലനിർത്താൻ കഴിയാത്തവർ എങ്ങനെ BJPക്ക് ബദലാകുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ ചോദിച്ചു. കേരളത്തിൽ മത്സരിക്കാൻ വയനാടിനെ തെരഞ്ഞെടുത്തത് അമേഠി സ്ഥിരമായി ജയിച്ചു വരുന്നൊരു മണ്ഡലം പരാജയപ്പെടുമെന്ന് ഉറപ്പായതുകൊണ്ടാണ്. സ്വന്തം നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാതെ മറ്റൊരു സംസ്ഥാനത്തെ മണ്ഡലത്തിലേക്ക് വരിക എന്നുള്ളത് കോൺഗ്രസിന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു സീറ്റ് പോലും അമേഠി പോലും കിട്ടാൻ പോകുന്നില്ല എന്ന സന്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. സ്വന്തം സീറ്റ് പോലും ആത്മവിശ്വാസമില്ലാത്ത രാഹുൽ ഗാന്ധിക്ക് എങ്ങനെയാണ് BJPക്കെതിരായിട്ട് ഒരു മുന്നണിക്ക് നേതൃത്വം കൊടുക്കാൻ സാധിക്കുക? കേരളത്തിൽ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തുകയാണോ കോൺഗ്രസിന്റെ ലക്ഷ്യമെന്ന് പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് BJPക്കെതിരെയാണെന്നും കാരാട്ട്. കേരളത്തിൽ LDF പൂർണ്ണ വിജയം കൈവരിക്കും. വയനാട് അടക്കമുള്ള 20 സീറ്റും LDFന് തന്നെയായിരിക്കുമെന്നും കാരാട്ട് പറഞ്ഞു. The declared commitment of the Congress party that it is going to fight the BJP and defeat it. Rahul Gandhi fighting would mean they're going to fight the left and the Left and Democratic Front, LDF. They're not going to fight the BJP because in Wayanad and as you know in the rest of Kerala, the BJP is hardly a force. So Rahul Gandhi's candidature in Wayanad will be as part of the UDF
the LDF is going to fight the UDF, and we will ensure the defeat of the UDF in all the constituencies, including Wayanad. വയനാട്ടിൽ രാഹുൽ ഗാന്ധി വിജയിക്കാൻ പോകുന്നില്ലെന്ന് മന്ത്രി എ കെ ബാലൻ. ആദിവാസിയായ ജോഗിയെ വെടിവെച്ചു കൊന്നത് ആന്റണി സർക്കാരിന്റെ കാലത്താണ്. അതൊന്നും ആരും മറന്നിട്ടില്ല. അതിനാൽ രാഹുലിന് വയനാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്യില്ല. രാഹുൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയാനാവില്ലെന്നും കോൺഗ്രസ് അധികാരത്തിൽ വരില്ലെന്നും എ കെ ബാലൻ വ്യക്തമാക്കി. അതേതര ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മനസ്സിലായില്ലേ? അത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലല്ല. ഇവിടെ VP സിംഗിന്റെ ഭരണം വന്നിട്ടുണ്ട്, ഗൗഡന്റെ ഭരണം വന്നിട്ടുണ്ട്, പിന്നെ ചന്ദ്രശേഖരന്റെ ഭരണം വന്നിട്ടുണ്ട്. ഇവിടെ ഞങ്ങളാരും ഗ്യാരണ്ടി കൊടുത്തിട്ടില്ല ഇയാളാണ് പ്രധാനമന്ത്രിയാകുക എന്ന്. അങ്ങനെ രാജ്യത്തെ ജനത തീരുമാനിച്ചിട്ടില്ല. BJPയെയും RSSനെയും പേടിച്ച് മുസ്ലിം ലീഗിന്റെ കയ്യും കാലും പിടിക്കേണ്ടുന്ന ഒരു ഗതികേട്, ഇതുപോലെ ഒരു നാണക്കേട് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഉണ്ടായതിൽ വല്ലാതെ വേദനയുണ്ട്. വയനാട്ടിൽ വിജയിച്ചാലും രാഹുൽ ഗാന്ധി മണ്ഡലം നിലനിർത്തില്ല. അമേഠിയിൽ നിന്നുള്ള MP ആയി തുടരുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഒരു ഹിന്ദി ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. വിജയിച്ചാൽ രാഹുൽ വയനാട് നിലനിർത്തുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പോലും കരുതുന്നില്ല. വയനാട്ടിൽ മത്സരിച്ച് വിജയിച്ചാലും മണ്ഡലം നിലനിർത്തില്ലെന്ന് രാഹുൽ ഗാന്ധി നേരത്തെ സൂചനകൾ നൽകിയിരുന്നു. മാർച്ച് 29-ന് ഒരു ഹിന്ദി ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ താൻ ഉത്തർപ്രദേശിലെ MP ആയി തുടരുമെന്നായിരുന്നു രാഹുലിന്റെ പ്രതികരണം. അമേഠിയാണ് തന്റെ കർമ്മഭൂമി എന്നായിരുന്നു രാഹുൽ വ്യക്തമാക്കിയത്. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിലും കോൺഗ്രസ് വ്യക്തമാക്കുന്നത് രാഹുൽ വയനാട് നിലനിർത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ്. राहुल जी ने अनेकों बार कहा है और कि अमेठी उनकी कर्म भूमि है. अमेठी के लोगों का प्यार और स्नेह राहुल गांधी जी के लिए बेजोड़ है. രാഹുൽ മണ്ഡലം നിലനിർത്തില്ല എന്ന് ഇപ്പോൾ സൂചിപ്പിച്ചാൽ തിരിച്ചടിയാകുന്നതിനാൽ തന്ത്രപൂർവമായാണ് കോൺഗ്രസിന്റെ മറുപടി. That's why Rahul ji has said, I will represent Amethi, but I will also represent the southern states, for they are an important part of India's way of life and India's way forward. കേരളത്തിൽ മത്സരിക്കാൻ രാഹുൽ ഗാന്ധി എത്തുമ്പോഴും വിജയിച്ചു കഴിഞ്ഞാൽ മണ്ഡലം നിലനിർത്തുമെന്ന് പറയാൻ കോൺഗ്രസ് നേതാക്കൾ പോലും ധൈര്യപ്പെടില്ലെന്നുറപ്പ്. രാഹുൽ ഗാന്ധിക്കായി വോട്ട് ചോദിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ വിജയിച്ചാൽ വയനാട് മണ്ഡലം രാഹുൽ ഗാന്ധി നിലനിർത്തുമോ എന്ന ചോദ്യത്തിനും ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. ദില്ലിയിലെ AICC ആസ്ഥാനത്തു നിന്നും ക്യാമറാമാൻ അതുൽ CS-നൊപ്പം ശരത് കെ ശശി, ന്യൂസ് ബ്യൂറോ, ദില്ലി. വയനാട് സീറ്റിൽ എന്ത് തീരുമാനമെടുത്താലും അംഗീകരിക്കുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി. മണ്ഡലം BJPക്ക് വെച്ചുമാറാനും തയ്യാറാണ്. വയനാട് സീറ്റിൽ ആര് മത്സരിക്കുമെന്ന് അമിത്ഷാ തീരുമാനിക്കുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. രാഹുൽ ഗാന്ധി ജയിക്കുകയാണെങ്കിൽ വയനാട് നിലനിർത്താൻ സമ്മർദ്ദം ചെലുത്തുമെന്ന് കോൺഗ്രസ് നേതാവ് ബന്നി ബഹനാൻ. കോൺഗ്രസിന്റെ മുഖ്യ എതിരാളി BJP തന്നെയാണെന്നും ഉത്തരേന്ത്യയ്ക്കൊപ്പം ദക്ഷിണേന്ത്യയിലും രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഉറപ്പാക്കുക മാത്രമാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിലൂടെ നൽകുന്ന സന്ദേശമെന്നും ബന്നി ബഹനാൻ പറഞ്ഞു. ഉത്തരേന്ത്യൻ സംസ്ഥാനത്തും അദ്ദേഹം ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തും ഈ തെരഞ്ഞെടുപ്പിലൂടെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അറിയിക്കുക എന്നുള്ളതാണ്. ഞങ്ങളുടെ എതിരാളി, ഒരു സംശയവും വേണ്ട, ഞങ്ങളുടെ മുഖ്യ എതിരാളി BJP ആണ്, RSS ആണ്, സംഘപരിവാറാണ്, ശ്രീ മോഡിയാണ്. ഞങ്ങൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കണം എന്നാവശ്യപ്പെട്ടതുപോലെ തന്നെ രണ്ടിടത്തും ജയിച്ചു കഴിയുമ്പോഴും ഞങ്ങൾ ആവശ്യപ്പെടാൻ പോകുന്ന വയനാട് അദ്ദേഹം തുടരണമെന്ന ആവശ്യമാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത്. രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഏറെ സന്തോഷമുണ്ടെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഇത് KPCCക്ക് ഏറെ അഭിമാനമാണെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. ഞാൻ ശുഭാപ്തി വിശ്വാസിയായിരുന്നു. അദ്ദേഹം കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയനാട്ടിൽ നിന്ന് സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യത്തെക്കുറിച്ച് തുടക്കത്തിലെ തന്നെ എനിക്ക് നല്ല വിശ്വാസമുണ്ടായിരുന്നു. ഏതായാലും കേരളത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസികളെല്ലാം തന്നെ സന്തോഷത്തിൻ്റെ ഉച്ചകോടിയിൽ എത്തിച്ചുകൊണ്ടാണ് ഈ പ്രഖ്യാപനം നടന്നിരിക്കുന്നത്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഇതൊരു അഭിമാന മുഹൂർത്തമായിട്ട് കാണുന്നു. BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ ഭാര്യയുടെ വാർഷിക വരുമാനത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ ഉണ്ടായത് 16 മടങ്ങ് വർധനവ്. അമിത്ഷായുടെ നിലവിലെ ആസ്തി 31 കോടി രൂപയാണെന്നും തനിക്കെതിരെ 4 ക്രിമിനൽ കേസുകളുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ഹാജരാക്കിയ സത്യവാങ്മൂലത്തിൽ പറയുന്നു. അമിത്ഷായുടെ ഭാര്യ സൊനാൽ ഷാക്കി 2013-2014 കാലഘട്ടത്തിൽ
14,55,637 രൂപ വരുമാനമുണ്ടായിരുന്നു. 2014-2015 കാലഘട്ടത്തിൽ അത് 39,75,970 രൂപയായി വർദ്ധിച്ചു. എന്നാൽ 2015-2016 കാലഘട്ടത്തിൽ ഇത് 1 കോടി രൂപയായി. എന്നാൽ നിലവിലെ വാർഷിക വരുമാനം 2.3 കോടി രൂപയാണ്. അതായത് കഴിഞ്ഞ 5 വർഷത്തിനിടെ വാർഷിക വരുമാനത്തിലുണ്ടായത് 16 മടങ്ങ് വർധനവ്. അതോടൊപ്പം അമിത്ഷായ്ക്ക് 31 കോടി രൂപയുടെ ആസ്തിയുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു. 2013 തന്റെ അമ്മ കുസും ഷയുടെ മരണശേഷം 23 കോടി രൂപ തനിക്ക് ലഭിച്ചതായും സത്യവാങ്മൂലത്തിൽ പറയുന്നു. 2013-2014 കാലയളവിൽ അമിത്ഷയുടെ വരുമാനം 41,93,218 രൂപയായിരുന്നെങ്കിൽ 2017-2018 കാലയളവിൽ അത് 53,90,970 രൂപയായി വർദ്ധിച്ചു. അതോടൊപ്പം 4 ക്രിമിനൽ കേസുകൾ നിലവിലുണ്ടെന്നും അമിത്ഷാ കഴിഞ്ഞ ദിവസം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു. പ്രസംഗത്തിലെ തീവ്ര പരാമർശവുമായി ബന്ധപ്പെട്ടതാണ് ആദ്യത്തെ കേസ്. രണ്ടാമത്തേത് അപകീർത്തി പരാമർശത്തിന്റെ പേരിലാണ്. മറ്റു 2 കേസുകളും ത്രിവർണ്ണ പതാക ഉയർത്തുമ്പോൾ ചെരുപ്പ് ധരിച്ചതിനും ലാലു പ്രസാദിനെ ചാരാച്ചോർ എന്ന് വിശേഷിപ്പിച്ചതിനുമാണെന്ന് നാഷണൽ ഹെറാൾഡ് റിപ്പോർട്ട് ചെയ്യുന്നു. BJPയുടെ മുതിർന്ന നേതാവും സ്ഥാപക അംഗവുമായ LK അദ്വാനി മത്സരിച്ചിരുന്ന ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ അദ്ദേഹത്തെ തഴഞ്ഞാണ് അമിത്ഷാ ഇത്തവണ മത്സരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. വിമാനത്താവളത്തിൽ ഡ്രോൺ പറത്തിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. സംഭവത്തിൽ ശ്രീകാര്യം സ്വദേശി നൌഷാദിനെ കസ്റ്റഡിയിലെടുത്തു. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ കാർഗോ കോംപ്ലക്സിന്റെ പിന്നിൽ നിന്നാണ് ഡ്രോൺ കണ്ടെത്തിയത്. നൌഷാദിനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും ശംഖുമുഖം SP അറിയിച്ചു. ഇന്നലെ അർദ്ധരാത്രിയോടെയായിരുന്നു സംഭവം. കട്ടപ്പന നന്ദല ജിമാർട്ടിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ ബമ്പർ സമ്മാന നറുക്കെടുപ്പ് നടന്നു. കട്ടപ്പന സ്വദേശി ജിൻസ് ജോസഫാണ് ഭാഗ്യശാലി. ബമ്പർ സമ്മാനമായ മാരുതി ഓൾട്ടോ കാറാണ് ജിൻസ് ജോസഫിന് ലഭിച്ചത്. നഗരസഭാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി താക്കോൽ ദാനം നിർവഹിച്ചു. നന്ദല ജിമാർട്ട് ഭാരവാഹികളടക്കം നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു.